ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മൈനിങ് ആണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ വെളിയിൽ വലിയ പണിയൊന്നുമില്ല, നമുക്ക് മൈനിങ് ചെയ്യാം. അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് അടിയിലൊരു മൈനിങ് ഏരിയ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സാധനം ആവശ്യമുണ്ട്, കുറേ ഫുഡ് ആവശ്യമുണ്ട്. ഫുഡ് എടുത്തേക്കാം. പിന്നെ നമുക്കൊരു ചെസ്റ്റ് വേണം. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലായിടത്തും മാറ്റാം. നമുക്ക് ആപ്പിൾ എടുത്തേക്കാം. പിന്നെ നമുക്ക് വേണ്ടാത്ത എന്താ, വീറ്റ് നമുക്ക് വേണ്ട. നമുക്ക് ലാമ്പ് വേണ്ട. നമ്മൾ 2 ചെസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഡയമണ്ട് പിക്കാക്സ് ആവശ്യമാണ്. പിന്നെ നമുക്ക് അയണിൻ്റെ ബ്ലോക്ക് വേണ്ട. കർവ്ഡ് പംകിൻ വേണ്ട. ലാമ്പ് വേണം. പിന്നെ ബ്രിക്ക് ഫെൻസ് വേണ്ട. പിന്നെ നമുക്ക് സ്റ്റോണൊന്നും ആവശ്യമില്ല, അവിടെ പോകുമ്പോൾ ഒരുപാട് സ്റ്റോൺ കിട്ടും. പിന്നെ നമുക്ക് ഡേർട്ട് ഒരെണ്ണം വേണം, ഒരു സ്റ്റാക്ക്. കാരണം നമ്മൾ എവിടെയെങ്കിലും പെടുവാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് മുകളിലോട്ട് കയറാമല്ലോ. നമുക്ക് പച്ച ചിക്കൻ എടുത്ത് നമുക്ക് ചൂടാക്കാൻ വെക്കാം. നമുക്ക് ഇതെടുത്ത് വെച്ചേക്കാം. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. നമുക്ക് ഇത്ര എടുത്തേക്കാം. ഞാൻ പൊസിഷൻ ഇത്തവണ എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം നമ്മൾ മൈനിങ്ങിന് പോകല്ലേ. സാധാ പൊസിഷൻ എടുക്കാത്ത ഇപ്പം ഞാൻ പൊസിഷൻ വെച്ചിട്ടുണ്ട്. 127 നമ്മൾ പരമാവധി ഒരു 10-നേക്കാളും കുറവായിരുന്നു. ഇപ്പം എന്തായാലും രാത്രിയാണ്. അപ്പം നമുക്ക് രാത്രി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് പോകാം. പിന്നെ നമ്മുടെ ഒരു ഡയമണ്ട് പിക്കാക്സും കൂടെ ഉണ്ടായിരുന്നു. അതെവിടാന്ന് എനിക്ക് ഓർമ്മ അങ്ങോട്ട് കിട്ടുന്നില്ല. അതെവിടാന്ന് കണ്ടുപിടിക്കണം. അടിയിലുണ്ടായിരിക്കുമോ? എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇതിനകത്തില്ല. ഒരു ഗോൾഡിൻ്റെ ഉണ്ട്, ആ ഗോൾഡിൻ്റെ എടുത്ത് വെച്ചേക്കാം. ഇതിൻ്റെ അടിയിൽ കാണുമോ? ഇല്ല. അപ്പുറത്ത് ആ ചെസ്റ്റിലില്ല. ഇതിനകത്തും ഇല്ല. ഇതിനകത്തൊരു അയണിൻ്റെ ഉണ്ട്, അതെടുത്ത് വെച്ചേക്കാം. 2 അയണിൻ്റെ ഉണ്ട് ഇപ്പം നമ്മുടെ ഈ ഡയമണ്ട് കൊണ്ട് കുഴിച്ച് തുടങ്ങാം. ഡയമണ്ടിൻ്റെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും പോകുന്ന സാധനമില്ല. നമുക്ക് അണ്ടർഗ്രൗണ്ട് നമ്മളെല്ലാം ചെയ്യുന്നത്. ഇപ്പോഴത്തേക്ക് നമുക്ക് കിടന്നുറങ്ങിയിട്ട് നാളെ വെളുപ്പിനെ എഴുന്നേറ്റ് പോവാം. ചെറിയ വിശപ്പുണ്ട്, അത് വിശപ്പുള്ളതുകൊണ്ട് നമുക്ക് ലൈഫ് കയറാത്ത. അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഇനി ലൈഫ് കയറും. കണ്ട, ലൈഫ് കയറി. ഇപ്പോൾ നമുക്ക് പട്ടികളുടെ അടുത്തെല്ലാം പൈ പറഞ്ഞിട്ട് നേരെ അങ്ങ് പോവാം. നമ്മൾ ഇവിടെ നിന്നല്ല ഇറങ്ങുന്നത്, ഇനി അടിയിലോട്ടോ. ഇതാ നമ്മുടെ ഏറ്റവും അടിയിൽ. നമ്മളിപ്പോൾ 122 ഇനി അങ്ങോട്ട് നീട്ടി നമ്മൾ സ്റ്റെപ്പ് ഉണ്ടാക്കി പോകുന്ന പോലെ പോകും. അടിയിലോട്ട് നമുക്ക് ഇവിടെ കുഴിക്കണം. വീണ്ടും അതേപോലെ ഇങ്ങനെ കുഴിച്ചൊരു അടിയിലോട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കി. ഇപ്പം 114 എന്തേലും കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ നമുക്ക് ടോർച്ച് കത്തി വെക്കാം, അല്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ വീടിനകത്ത് സോംബീസ് കയറി നിരങ്ങും. അയ്യോ, ഇവിടെ എന്തുവാ ഇങ്ങനൊരു കുഴി? ആ ക്രീപ്പർ ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്നതാണ്. ഇതെന്തുവാ, ഭയങ്കര വലുതാണല്ലോ. നമ്മൾ ഇത്ര ഒക്കെ നമുക്കിതൊന്ന് തൽക്കാലത്തേക്ക് ഡേർട്ട് വെച്ച് മൂടിയേക്കാം. എന്നിട്ട് നമുക്കിനി കുഴിച്ചു പോവാം. ഓക്കെ, ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി പോവാം ഓരോ ബ്ലോക്ക് ഇങ്ങനെ അടിയിലോട്ട്. അപ്പം നമ്മൾ 110 നമ്മളൊരു പരമാവധി 10-ന് താഴെ പോവും. 100 ഇതൊന്നുമല്ല, 10, വെറും 10-ന് താഴെ അടിയിലോട്ട് പോവാം. ഇപ്പോൾ ഇത്രയും പോരെ? ഇനി നമുക്ക് നേരെ കുഴിച്ചാൽ പോരെ? മതി. 106. നമ്മളൊരു 10, ഞാൻ പറഞ്ഞില്ലേ 10 വരെ പോവും. പൊട്ടിച്ചു പോയേക്കാം.
ഗൈസ് ഞാൻ എവിടുത്തെ വഴിയാണ് കുഴിച്ചു വന്നത്? ഇതുവഴിയാണോ? ഞാൻ പേടിച്ചു പോയി. അവിടെ അങ്ങനെ പെട്ടെന്ന് കല്ല് വന്നേന്ന് വിചാരിച്ച്. ഇത്രയും നേരം കുഴിച്ചിട്ട് കിട്ടിയത് വെറും കോള് മാത്രം. അത് എത്ര കോള് കിട്ടിയെന്നും അറിയത്തില്ല. ഞാൻ നോക്കി, ഞാൻ അല്പം മറന്നുപോയി. ഇതെന്തോരം കല്ല്? നമ്മുടെ ഈ നമുക്ക് കിട്ടിയ കോളെന്തേ? ഞാനിപ്പോൾ ശ്രമിച്ചതെന്ന് വെച്ചാൽ ഓരോ ഇതിനകത്ത് കാണിക്കത്തില്ലേ, മൈൻക്രാഫ്റ്റിൻ്റെ ഓരോ വീഡിയോയ്ക്കകത്ത് ഇല്ല എന്തുവാ ടോർച്ച് എടുത്ത് ഷീൽഡ് പിടിക്കുന്ന, കൈ പിടിക്കുന്ന അത് ഞാൻ നോക്കിയത്. പക്ഷെ ഇതിനകത്ത് പറ്റത്തില്ലത്. ഇതിൻ്റെ പേരെന്തുവാ? ഡയോറൈറ്റോ അങ്ങനെ കണ്ട അതിൻ്റെ പേര്. നമുക്ക് പൊളിച്ചെടുക്കാൻ പതുക്കല്ല. അയ്യോ, ഞാൻ ഫർണസ് എടുത്തില്ല. നമുക്ക് പോയി ഫർണസ് എടുക്കാം. പക്ഷെ ഇത്രയും നേരമായിട്ട് കുഴിക്കുക. എന്നിട്ടും നമുക്ക് കിട്ടിയതോ കോള്. ഓടിപ്പോയി ഫർണസ് പൊളിച്ചെടുക്കുക. ഈ നിലയിലില്ലേ ഫർണസ്? ഇല്ല. അപ്പം മോളിൽ കാണും. എന്തുകൊണ്ട് ഫർണസ്? ഈ ഫർണസിനകത്ത് 2 ഫുഡ് ഉണ്ടായിരുന്നു. 12 മട്ടനായി. 10 മട്ടന് നമ്മുടെ ഇത്രയും നേരമുള്ള 2 മട്ടന്. ഇതാണ്ട് ഇവിടെ ആയിട്ട് നമ്മൾ കുഴിച്ചോണ്ടിരുന്നത്. നല്ല നീളമായി. നമ്മളിപ്പോൾ എത്ര ആയി? നമ്മൾ 83 പൊളിച്ചു വെക്കാം. ഒരു റോയണെങ്കിലും കിട്ടിയാണ്. റോയണെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ായോ? ഇടയ്ക്ക് ഇങ്ങനെ ഗ്രാവൽ വരും. ഇത് പാടാ. ഗായ്സ്, നമ്മൾ ഒരുപാട് നേരമായിട്ട് കുഴിക്കുക. അങ്ങനെ വലുതായിട്ടൊന്നും കിട്ടിയില്ല. എന്താണ്ട് വീണ്ടും കുറച്ച് കോള് കിട്ടി. കിട്ടുന്ന അങ്ങ് പൊളിച്ചെടുത്തേക്കാം. ഈ കോള് കൊണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ഫർണസിനകത്തിടാം. പിന്നെ നമുക്ക് ലാമ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. 2 പേരേ ഉള്ളു കോളിനെ കൊണ്ട്. എൻ്റെ അറിവിൽ ഈ 2 പേരേ ഉള്ളു. ഇതെല്ലാം അങ്ങ് പൊളിച്ചെടുത്തേക്കാം. ഈ കൂടുതൽ അടിയിൽ കണ്ടോ ഉള്ള കോൾ, അത് നമുക്ക് എടുക്കണ്ട. നമ്മുടെ ഫാമിൽ വീറ്റ് റെഡിയായി കാണും. വീറ്റാണോന്ന് അറിയത്തില്ല. നമ്മുടെ ഫാമിൽ അതൊക്കെ റെഡിയായി കാണും. മൈനിങ് കഴിഞ്ഞിട്ട് ഇനി അവിടെ പോയി നോക്കണം. അയ്യോ, നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞിപ്പോൾ 65 എന്നിട്ടും നമുക്ക് കിട്ടിയത് കുറച്ച് കോള്. അതുകൊണ്ട് റോയൻ കിട്ടി. വലിയ ഉപകാരം. നമ്മുടെ ഈ ആവശ്യത്തിന് അയണുണ്ട്. എന്നാലും കിട്ടിയതെടുക്കാം. എങ്കിലും കിട്ടിയല്ലോ. ഞാൻ വെച്ച് പോയപ്പോഴൊന്നും കിട്ടത്തില്ല. 10 വരെ ഇങ്ങനെ ഇപ്പം തന്നെ ഡയമണ്ട് വിക്കേക്സ് ചുമപ്പായി തുടങ്ങി. എവിടെ നിന്നാണ് കുഴിക്കുന്നത്? ഇങ്ങനെ പൊളിച്ച് പോയേക്കാം. ലാമ്പ് കുത്തി വെക്കണം. അല്ലെങ്കിൽ സോംബീസ് നമ്മൾ തിരിച്ചു പോയി കഴിയുമ്പോൾ അടുത്ത ദിവസമൊക്കെ ആകുമ്പോൾ സോംബീസ് ഇവിടെ സ്പോണാവും. അങ്ങനെ സോംബീസ് സ്പോണായി കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിൽ കയറി നിറങ്ങും. ഈ ഡേർട്ട് ഒരു ഷവലെടുക്കേണ്ടായിരുന്നു. ഈ ഡേർട്ട് ഇടയ്ക്ക് കയറി വരും. ഇതിലെടുക്കേണ്ടായിരുന്നു ഈ ഡേർട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പിക്കാക്സ് കൊണ്ട് കല്ലാണ് സ്പീഡിൽ പൊളിക്കാൻ പറ്റുന്നത്. ഡേർട്ടൊന്നും പൊളിക്കാൻ പറ്റത്തില്ല. എൻ്റെ സൈഡിൽ കോളുണ്ട്. അതൊന്നും വേണ്ട. പോയേക്കാം. ഇപ്പം നമ്മൾ 51 51, 213. ഇനി റോയാണ്. ഇച്ചിരിയും കൂടെ റോയൻ വേണം. അല്ലെങ്കിൽ നാണക്കേട. ഡയമണ്ട് പിക്കെക്സ് കൊണ്ട് 45 എത്തി. കണ്ടോ എന്തോരം നീളം എന്നുണ്ടോ?
ഷോ വെറുതെ ആയല്ലേ ഇത്രയും കുഴിച്ചത്. എത്ര 8 കിട്ടി, 16 കോള്. ഒന്നും കിട്ടിയില്ല. 44. 81 ഈ ആഴത്തിൻ്റെ ഒക്കെ. ഇതെന്ത് സ്റ്റോണാ? റെഡ് സ്റ്റോൺ ആണോ? അല്ല, റെഡ് സ്റ്റോൺ അല്ല. ഇതെന്ത് സ്റ്റോണാണെന്ന് എനിക്കറിയത്തില്ല. റെഡ് സ്റ്റോൺ ഇങ്ങനെ അല്ലല്ലോ. മുകളിലും ഇല്ല അയണെന്ന്. മുകളിലും കൂടെ ഒന്ന് നോക്കണം. ഇപ്പം നമ്മൾ ഒരു നിലയും കൂടെ മുകളിൽ കുഴിച്ചു പോവുകയായിരുന്നെങ്കിൽ നന്നായിട്ട് ചുമപ്പ് എത്തിയേനെ. ഫ്രണ്ടിൽ കിടക്കുന്ന കോള് നമുക്ക് ഒട്ടിച്ചെടുക്കാം. കാരണം നമ്മൾ ആ കോള് ഒട്ടിച്ചെടുക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഇരുട്ടാകുമ്പോൾ അപ്പം ടോർച്ച് കുത്തി വെക്കണം അവിടെ. ചേട്ടാ കുറേ നേരം TV എപ്പിസോഡ് മൊത്തം ഇങ്ങനെ മൈന് ചെയ്തുകൊണ്ടിരിക്കും, എന്നിട്ടും ഒന്നും കിട്ടിയില്ലല്ലോ. ആ കോളെങ്കിൽ കോള് മുമ്പേ ഞാൻ പറഞ്ഞെന്തോ ആ കോളൊന്നും നമുക്ക് വലിയ ഉപകാരമില്ലെന്ന്. ഒരുപാട് കോളുണ്ട്. ഇത്രയും കോളുകൊണ്ട് നമുക്ക് എന്തോരം ലാമ്പ് ഉണ്ടാക്കാം. ഫർണസിനകത്ത് ഇടാൻ പിന്നെ ഇപ്പം ഇച്ചിരി കൂടെ റോയൻ കിട്ടിയല്ലോ. ഇത്രയേ ഉള്ളൂ, തീർന്നു. ഞാൻ പറഞ്ഞത് നമ്മൾ 10 എണ്ണമെങ്കിലും എടുക്കുമെന്ന്. ഇപ്പം തന്നെ 14 13 12 11 10 9 8 7 ഇത്രയും മതി. അല്ലെങ്കിൽ ഇതിൻ്റെ പണി തീരും. വെറുതെ ഇവിടെ വരെ കുഴിച്ചു വന്ന്. അതാണ്ട് എൻ്റെ ഡയമണ്ട് പിക്കാക്സിൻ്റെ പവറും തീരാറായി. നമ്മൾ 52 ഇത്ര നേരം നിന്ന്. 52. ഇതുണ്ട് നമ്മളിപ്പോൾ 52. നമ്മുടെ ഈ എത്ര 10 അയണൂറ് 27 കോളും. നമ്മൾ ശരിക്കും കണ്ടോ അങ്ങ് 100. ഞാൻ പറഞ്ഞില്ല 27 28 52 നിന്നത്. നമുക്ക് ഒരു 52 കഴിഞ്ഞ് നമുക്കൊരു 70 പോവായിരുന്നെങ്കിൽ ഗോൾഡ് കിട്ടുമായിരിക്കും. ചിലപ്പോൾ ഡയമണ്ടും കിട്ടും. അടുത്ത വീഡിയോയിൽ പോവാം. രാത്രി ആവാറായോ? നമുക്ക് പോയി കിടക്കാം. അപ്പം ഗായ്സ്, ഇന്നത്തെ വീഡിയോ വെറുതെ പോയി. മൈനിങ് എന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല. ഇതിനകത്ത് കുക്കഡ് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു 8 എണ്ണം. നമുക്ക് അയണൂറ് ചൂടാക്കാൻ നോക്കാം. അപ്പം ഗായ്സ്, ഇന്നത്തെ വീഡിയോ വെറുതെ ഇട്ട് മൈനിങ്ങിന് പോയിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബായ്.